ഒരു കഷ്ടം നോക്ക് പടച്ചോനത് എവിടെയാണ് ഈ ഹലാക്ക് വെച്ചേക്കണെന്നൊക്കെ പെടുത്തല്ലാത്ത ഇനി തെരയാത്ത സ്ഥലല്ല എന്താന്ന് പറയേ ഇത് എവിടെ പോയി കുന്തം വെച്ചിണ്ടാവുക ഞാൻ എന്താണെന്ന് എടി എപ്പ നോക്കിയാലും ഒരു സാധനം അങ്ങോട്ട് തെരഞ്ഞവിടെ കിട്ടൂല. നിങ്ങക്ക് എന്താണ് ഇപ്പൊ ആ കലത്തിന്റെ ഉള്ളിൽ എന്തായിരുന്നു? എടി എന്റെ ആധാർ കാണാല്ലാന്ന്. അതാണ് അപ്പൊ നിങ്ങൾ ആ കലത്തിന്റെ ഇടയിൽ പോയിട്ട് നോക്കിയത്? ആക്ക് വലിച്ചെറിഞ്ഞ എന്തിനാണ്? അല്ല കുന്തം പോയ കുടത്തിലും തരയണമെന്നാണല്ലോ. ഇത്തിരി പോന്ന ആധാർ നിങ്ങൾ കലത്തിലാണോ സൂക്ഷിക്കണത്? അറിഞ്ഞൂടെ നിങ്ങളുടെ കാര്യം. ഒരു സാധനം ഒന്നാമത്തെ കാര്യം സൂക്ഷിക്കില്ല, അതാണ്. അല്ല ഇന്ത്യയിൽ ഇങ്ങനെ വരില്ലല്ലോ, ഞാനത് ആലോചിക്കണേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താ പോവാത്തത്? അതൊന്ന് പറയാമോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സൂക്ഷിക്കോ? ഈ മറവി തന്നെ എന്തിനാ പറയണേ? ഷർട്ടി വെക്കണ കർച്ചീഫ് എത്ര എണ്ണം കൊണ്ടേ കളഞ്ഞ് അതും കൂടി സൂക്ഷിക്കാൻ പറ്റാത്ത ആളാണ് ആധാർ അന്വേഷിച്ച് കിടക്കുന്നത്. എവിടെ വെച്ചിണ്ടാവുക ഞാൻ ആലോചിക്കണേ. ഒന്നാമത്തെ കാര്യം എന്താന്നറിയക്ക, നിങ്ങൾ ഈ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ കൂടി ചുരുത്തി കൂട്ടി അവിടെ ഇവിടെ കൊണ്ടൊന്ന് വെക്കൂ. എന്താണ് ആവശ്യമില്ലാത്തത്? പഴയ ബസ് ടിക്കറ്റ്, കണ്ണി കണ്ട നോട്ടീസ്, അല്ലെങ്കിൽ സിനിമക്ക് പോയ ടിക്കറ്റ്, ട്രെയിനിന്റെ ടിക്കറ്റ്, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പൂത്തി വെക്കണേ? അതിന്റെ ഒന്നും രസം എനിക്ക് മനസ്സിലാവാണ്ടാണ്. ഒരു ഹോസ്റ്റാൾജി ഇല്ലാത്ത എന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഭയങ്കര രസാണ്. എന്നിട്ട് ആവശ്യമുള്ള ഒരു സാധനം കാണേയില്ല, ഇതിന്റെ ഇടയിൽ പോയി തപ്പിയാ കിട്ടേയില്ല. എവിടെ വെച്ചെന്നാലൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഓർമ്മ കിട്ടണ്ട എന്തിന്റെ. ആ റേഷൻ കാർഡ് എവിടെയാണ്? റേഷൻ കാർഡ് എവിടെ? റേഷൻ കാർഡ് ചെറിയ അലമാരല്ലേ? അല്ലേ? ആണ്. അപ്പൊ അതിന്റെ കൂടെ ഉണ്ടാകും റേഷൻ കാർഡും ആധാർ കാർഡൊക്കെ പിന്നെ ബന്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പോയില്ലേ? അങ്ങനെ വരട്ടെ, അത് ശരിയാണ്, അത് ശരിയാ. അല്ലാണ്ട് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ വരാൻ വയ്യില്ലേ? അതിലുണ്ടാവും. ഇങ്ങനെ ഓർമ്മയില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സകല സാധനം കൊണ്ട കളി. അതാ പോയി എല്ലാം വയ്യ. ഇതിന്റെ അടിയിലത്ത് വെച്ചിണ്ടാവും എവിടൊക്കെ പറ്റാരെ എന്തത് ഇതെന്ന് ഞാൻ ആലോചിക്കും. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ഓ അവൻ പണിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ പിന്നെ അയ്യോ തേക്കും തടിയാ, അതിനൊക്കെ ഒരുപാട് രൂപ വേണ്ടേ? എന്താ പോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛനോടായിരിക്കും, അല്ലാതെ ആരോടാ? അതെ ഏട്ടാ, സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ, കുറെ വാങ്ങിക്കാനുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കാം, അതിനെന്താ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. പിന്നെ അല്ല, ഞാൻ ഇപ്പൊ തന്നെ ലിസ്റ്റ് എഴുതി തരാം. ഞാൻ ആ പേപ്പർ നോക്കിട്ട് വരാം. ഏട്ടാ ഇങ്ങോട്ട് വന്നേ. അച്ഛനെ തന്നെ നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. അച്ഛനോട് എനിക്ക് ഒന്നും പറയല്ലേ, ഞാൻ ഭയങ്കര തിരക്കിലാന്ന് പറ. എന്തോ അല്ലേ, അവൻ അത്യാവശ്യമായിട്ട് എവിടെ പോകണം, അവൻ അങ്ങോട്ട് വിളിച്ചോളാന്ന് പറഞ്ഞ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നും വല്ലപ്പോഴും ഇങ്ങനെ പൈസ അയച്ചാൽ മതിയാ, ഒന്നും ഇങ്ങോട്ട് വരാത്തെന്ത്? എനിക്കൊന്ന് കാണണ്ടേ വല്ലപ്പോഴെങ്കിലും? അല്ല അയ്യോ അവൻ ഒരു ദേഷ്യവും ഇല്ല. അവനില്ല, ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കത്തേട്ടിനോട് അടിക്കണമെന്ന് പറഞ്ഞ അതേ രീതിയിൽ അവൻ വളരുന്ന. ആ ചുണ്ടിയേ ഉള്ളു, അല്ലാതെ ഒന്നുമില്ല അവന്. അവനല്ല പിന്നെ ആരാ ഇവിടുത്തെ എല്ലാ കാര്യം നോക്കുന്നത്? പിന്നെ വല്ലപ്പോഴും നിങ്ങൾ തരുന്നത്. ശരി, ഓ പറയാം. അരി 10 കിലോ. അരി 10 കിലോ. അരി 10 കിലോ. പഞ്ചസാര 1 കിലോ. പഞ്ചസാര 1 കിലോ. സവാള 1 കിലോ. സവാള 1 കിലോ. ഉള്ളി ഉള്ളി 1 ചാക്ക്. ചാക്കോ? ഒരു ചാക്കോ? എത്ര കൊണ്ട് പറ? 1 കിലോ. 1 കിലോ. പിന്നെ തക്കാളി വേണം. തക്കാളി വേണം. ഏട്ടാ കഴിഞ്ഞ തവണ വാങ്ങിച്ച തക്കാളി മുഴുവൻ ചീഞ്ഞതായിരുന്നു, നോക്കി വാങ്ങിക്കണം കേട്ടോ. അപ്പൊ എത്രയാണ്? ഒരു പെട്ടിയോ?
എത്ര വേണ്ടെന്ന് പറയ്. തക്കാളി 1 കിലോ. 1 കിലോ. പിന്നെ ചായപ്പൊടി. ചായപ്പൊടി. ആ ഏട്ടാ ബിസ്ക്കറ്റ് മേടിക്കണേ. ബിസ്ക്കറ്റ് മേടിക്കണേ. ബിസ്ക്കറ്റ് പിന്നെ ക്രീം ബിസ്ക്കറ്റ് മേടിക്കണം. മറ്റേ ബിസ്ക്കറ്റ് മേടിച്ച് ഇവരൊന്നും കഴിക്കത്തില്ല. മറ്റേ ബിസ്ക്കറ്റ് എന്താ മേടിക്കണ്ടേ? ക്രീം ബിസ്ക്കറ്റ്. ക്രീം ബിസ്ക്കറ്റോ? ആ ക്രീം ബിസ്ക്കറ്റ്. പിന്നെ പുട്ടുപൊടി എഴുതിയായിരുന്നോ? പുട്ടുപൊടി എഴുതിയിട്ടില്ല. പുട്ടുപൊടി. പിന്നെ തേങ്ങ വേണം. തേങ്ങ തേങ്ങ ഒരു 6 മേടിച്ചോ. ആ അത് 6 മതിയാവില്ല ഇവിടെ. പിന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി എത്ര? മല്ലിപ്പൊടി ഒരു സാധാ പാക്കറ്റ്. സാധാ പാക്കറ്റ്. ആ പിന്നെ അത്രയും മതി. എല്ലാം എഴുതിയില്ലേ? ചായപ്പൊടി എഴുതിയില്ലായിരുന്നു? ചായപ്പൊടി എഴുതിയിട്ടില്ല. എഴുതിയില്ലേ? ആ ചായപ്പൊടി എഴുതി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ ഇത്രയും മതിയോ? അത്രയും മതി. എന്താണ് എനിക്ക് അവിടെ ഒരുപാട് പണിയുണ്ട്. ജാലന്മാരേല് ഞാൻ തെരയാത്ത സ്ഥലമില്ല. റേഷൻ കാർഡ് അതിലൊന്നുമില്ല. റേഷൻ കാർഡ് എവിടെയാണ്? അല്ലേ ഇല്ല. മറന്നുപോയതല്ലേ. ആര് പറഞ്ഞു ഇന്ന്? കൊച്ചല്ലേ പറഞ്ഞു ഇക്കാണ് വലിയ മറവി, നനക്കൊരു മറവില്ല എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയല്ല, ആദ്യം ഞാൻ അലമാരിലാണ് വെച്ചത്. പിന്നെ ഞാൻ അത് എടുത്ത് ചെറിയ പെട്ടിയിൽ വെച്ചിരുന്നു. ചെറിയ പെട്ടിയില്? ഇവിടെ മുണ്ടോട്ടിയില്ലേ? മുണ്ടോട്ടി അതാ എവിടെ ഇരിക്കണേ? അതാ നാടുമുറിയിലുണ്ട്. എടുത്തോ. അതിന്റെ ചാവി ഉണ്ടാട്ട്. അതിന്റെ ചാവി ആ വലിയ പെട്ടിയിലിരിക്കണ്ട്. വലിയ പെട്ടി? അതിന്റെ തൊട്ടപ്പുറത്തേക്കണ വലിയ പെട്ടിയില്ലേ? പൈര് വെച്ച് കൂട്ടിയേക്കാ. വലിയ പെട്ടിയുടെ ചാവി കൊണ്ടാ അത് തുറക്കട്ടെ. വലിയ പെട്ടിയുടെ ചാവി മറ്റേ ചെറിയ പെട്ടിയിലുണ്ടല്ലോ. എന്താ പറഞ്ഞേ? ഇപ്പൊ ചെറിയ പെട്ടിയുടെ ചാവി എവിടെ വെച്ചേ? ചെറിയ പെട്ടിയുടെ ചാവി വലിയ പെട്ടിയിലാണോ വെച്ചേക്കണേ? വെച്ചിട്ടുണ്ട്, നിങ്ങൾ എടുത്തോ. എന്നാ അത് എടുക്കണെങ്കിൽ ആ വലിയ പെട്ടിയുടെ ചാവി വേണല്ലോ. വേണല്ലോ, അതല്ലേ പറഞ്ഞത് ചെറിയ പെട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആളെ പൊട്ടനാക്കുക. എന്താ പറഞ്ഞേ? എടി ഒരു പെട്ടി പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാവി ഈ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ ആ പെട്ടി തുറക്കണെച്ചെങ്കിൽ അത് ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചു പറഞ്ഞ അങ്ങനെ എന്താ പറഞ്ഞേ? നിങ്ങളിപ്പോ എന്താ പറഞ്ഞ? എനിക്കൊന്നും മനസ്സിലായില്ല. എടി എനിക്ക് അതെ ഇത് ആ റേഷൻ കാർഡ് വെച്ചേക്കണ ഇപ്പൊ ചെറിയ പെട്ടിയിലാണോ? അതല്ലേ പറഞ്ഞത്, ചെറിയ പെട്ടിയിലാണ്. ചെറിയ പെട്ടിയിലല്ലേ? പൊന്നേരം മുളജ എന്നെ ഇതാക്കാൻ വേണ്ടിട്ടല്ല. ഇജ്ജ ഒന്ന് ശരിക്കും ആലോചിക്കണം. ഞാൻ ചോദിക്കണം, ഇതെന്നെ ഞാൻ തെരഞ്ഞിട്ട് പ്രാന്ത് വന്നിട്ട് അയക്കണേ. ഈ ചെറിയ പെട്ടിയിൽ റേഷൻ കാർഡ് വെച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ആ അതിന്റെ ചാവിയല്ലേ ഇജ്ജ് എടുത്തിട്ട് വലിയ പെട്ടിയിലേക്ക് ഇജ്ജ് വെച്ചേ? വലിയ പെട്ടിയിലേക്ക് വെച്ചാൽ അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. എവിടേക്ക് പോണിച്ച്? എവിടേക്കാ പോണേ? എടിയ ചെറിയ പെട്ടിയുടെ ചാവി എടുത്തിച്ച് വലിയ പെട്ടിയിൽ വെച്ചിട്ട് പൂട്ടിയോ? ഇല്ലേ? വലിയ പെട്ടിയിൽ വെച്ചിട്ട് പൂട്ടിയില്ലേ? അപ്പൊ ആ വലിയ പെട്ടിയുടെ ചാവിയാണ് ഞാൻ ചോദിക്കണേ. അതെവിടെ? അപ്പൊ അതല്ലേ മലയാളത്തിൽ ഞാൻ പറഞ്ഞത് ചെറിയ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന്. എന്തൊക്കെ പറഞ്ഞേ? എന്തൊക്കെ പറഞ്ഞേ? 2000 ഉറുപ്പിയോ? എവിടുന്ന്? അമ്മ തന്നാണ്. അതിന് അമ്മയ്ക്ക് എവിടുന്ന പൈസ? അച്ഛമ്മക്ക് മണി ഓർഡർ അച്ഛന് അയച്ചു കൊടുത്താണ്. അതിന് എനിക്ക് 2000 രൂപ തന്നു. ഓ അത് ശരി. അങ്ങനെ ചെല്ലപ്പനാശാരി ഇപ്പൊ ഈ കുടുംബത്തിന്റെ ചെലവ് നടത്തേണ്ട കാര്യം ഇപ്പൊ ഇല്ല. ഈ പൈസ എന്നെ വെച്ചോ. നിങ്ങളുടെ സ്വന്തം അച്ഛനല്ലേ അയച്ചു തന്നത്? നിങ്ങൾ ഇവിടെ ഒന്ന് ആലോചിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കും. എനിക്ക് സമയമില്ല നിങ്ങളുടെ കൂടെ നിൽക്കാൻ. എന്താ എന്തിച്ചു പറഞ്ഞേ? വലിയ പെട്ടിയിലെ ചാവി എടുത്തിട്ട് ചെറിയ പെട്ടിയിലും വെച്ചു, ചെറിയ പെട്ടിയിലെ ചാവി എടുത്തിട്ട് വലിയ പെട്ടിയിലും വെച്ചു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെന്ന് പറ്റണായി? മനുഷ്യനിക്ക് ദുനിയാവിലൊരു മനുഷ്യനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ പറഞ്ഞായി? ജാളെ കുറങ്ങാക്ക മര്യാദക്ക് ഏതെങ്കിലും ഒരു ചാവിക്ക് കൊണ്ടുവന്നോ? നിന്റെ സ്വഭാവം അറിയൂ. മനുഷ്യനെ പ്രാന്തരിപ്പിക്കരുത് കേട്ടോ. ഈ ഒരു പെട്ടി പൂട്ടിട്ട് അതിന്റെ ചാവി എവിടെ വെക്കുമ്പോ മറ്റേ പെട്ടിയിലാന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രാന്തരിപ്പിക്കുന്ന ഒരു എന്താണ് പ്രശ്നം? ഭ്രാന്ത പറഞ്ഞൊന്ന് ആലോചിച്ച് ഈയിടെ ചെങ്ങായി ഞാനൊരു പെട്ട ചാവി എവിടെ ചോദിക്കുമ്പോ അതാ മറ്റേ പെട്ടിയിലിട്ടിട്ട് പൂട്ടിന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നാ അതായത് കിടന്നോട്ടെ. എന്നാ ആ പെട്ട ചാവി എവിടെ ചോദിക്കുമ്പോ അത് ഇപ്പഴത്തെ പെട്ടിയിലിട്ട് പൂട്ടിന്ന്. ഇത് എന്തോർത്താനായി? മനുഷ്യന്റെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കാണ്.
അതങ്ങനെ പറ്റില്ലല്ലോ, ഏതെങ്കിലും ഒരു പെട്ടി പൂട്ടിട്ടുണ്ടാവും. അല്ലേ? അല്ലാണ്ട് ഇവിടെ ഈ 2 പെട്ടിയിലും അതിന്റെ 2 പെട്ടിയും ചാവി എടുത്തിട്ട് പൂട്ടി എന്ന് പറഞ്ഞാലേ അത് എവിടത്തെ ബാസുട്ടേട്ട ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് സാധനങ്ങളൊക്കെ. അപ്പൊ അതിങ്ങനെ പൂട്ടി വെക്കില്ലേ നമ്മള്. അതിന്റെ താക്കോല് ചോദിച്ചിട്ടാണ് ഈ വിൽക്കണത്. അത് 2 പെട്ടിയും കൂടി ഒരുമിച്ച് പൂട്ടണ എങ്ങനെയാണ്? അത് വരികുട്ടി പറഞ്ഞ കാര്യമില്ലേ? ഞാൻ പൂട്ടിയതാണെന്നേ. ഒരെണ്ണം പൂട്ടിയിട്ടുണ്ടാവില്ല. ആലോചിക്കണ്ടോ ഇത് ചെയ്ത പണി ആലോചിക്കണ്ടോ? ഒരു പെട്ടിയില് ഇത് ഇട്ടിട്ട് പൂട്ടി ആയിക്കോട്ടെ, അപ്പൊ ആ ചാവി നമുക്ക് ഇങ്ങോട്ട് കിട്ടണല്ലോ. ആ ചാവി മറ്റേ പെട്ടിയിലിട്ട് പൂട്ടി എന്ന് പറഞ്ഞാല് അതെങ്ങനെ നടക്കണേ? നടക്കില്ല. പോയോക്ക് ഇല്ലാതെ പൂട്ടിയിട്ടുണ്ടാവില്ല. പൂട്ടി ഒരു ഞാൻ നോക്കിക്കോളൂ. പോയി നോക്ക്. എങ്ങനെ ഞാൻ വെക്കും മനുഷ്യന്റെ നില പോകുമ്പോ വിക്ക് പോണാണ് ഞാൻ. ആലോചിച്ച് നോക്ക്, ഈ ജാതി വർത്താനം പറഞ്ഞാല് അത് ഇങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? 2 അത് ഓർക്കണ്ട്. ഇതിപ്പോ എവിടെ കിട്ടിയ നമുക്ക് ചെറിയ പെട്ടിങ്ങും. അപ്പൊ പെട്ടി പൂട്ടിയതല്ലേ? പൂട്ടിയതല്ലേ? ഞാൻ അങ്ങനെ അടിയുന്ന ഒരു തട്ടെടുത്തപ്പോ അതിങ്ങനെ തുറന്നു വന്ന് പൂട്ടിയതായിരുന്നു. പക്ഷെ പൂട്ട് വീണിട്ടില്ലായിരുന്നു. അതെല്ലേ? ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായോ എന്താ ചെയ്തെന്നുള്ളത്? ഞാൻ പൂട്ടിയതാണ്. പൂട്ടി വീഴാ. ഒന്ന് ആലോചിച്ച് നോക്കേ, എന്റെ ആധാറാണ് ഇപ്പൊ ഈ തരാണ്. കിട്ടിയല്ലോ. അല്ല കിട്ടിയില്ല എന്നുള്ളതല്ല, പണി ആലോചിച്ച് നോക്കേ. അതെന്താന്നറിയാം, ഒന്നാമത്തെ കാര്യം അതില് വെറുതെ ആവശ്യമില്ലാത്ത കുറെ പേപ്പറുകളൊക്കെ കൂടി ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടിക്ക് തന്നെ തോന്നിണ്ടാവും പൂട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത സാധനമാണല്ലോ അതിൽ ഇരിക്കണത്. ഞാൻ പൂട്ടിയതാണ്. പൂട്ടി വീഴാത്തതാണ്. ഇത് കിടന്നിട്ട് ഇങ്ങനെ വീട്ടിലല്ലേ കേട്ടോ. എന്റെ യൂറിലിച്ച കണ്ടാണ് ഞാൻ. മര്യാദക്ക് പോയിട്ടെ എന്റെ ആധാരം ഇല്ലണ്ടാ നോക്ക്. ആധാറൊന്നും ഉണ്ടാവൂല. അത് പഴയ പേപ്പർ. നോക്കണി ഹംകേജ്, പോയി നോക്കണി കിടന്നിട്ട് ഉള്ളാണ്ട്. ഇതാ വലിയ പെട്ട ഒന്ന് തുറന്നിട്ട് അതിൽ ആധാറിന് നോക്കും. ഒന്ന് നോക്കട്ടെ വാസുട്ടി. ചിരിയുടെ തരികിട മേളം പൂരം കുട്ടീസ് 3 കുട്ടീസ്.